എടാ വിജയ, എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഹായ്, അപ്പം നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഞാൻ ഇപ്പോൾ ഫേസ് കാണിച്ചിട്ടിടുന്ന ഫസ്റ്റ് വീഡിയോ. അപ്പം നിങ്ങൾ പേര് കണ്ട് കാണും, അതിനകത്ത് നല്ല കൃത്യമായിട്ട് നല്ല വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇടാൻ പറ്റിയ ഒരു നല്ല പേരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. ഇയാളുടെ ലൈഫ് വേസ്റ്റഡാ. ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇനി മുതൽ, അതായത് ഇപ്പം ജസ്റ്റ് വ്ളോഗ് പോലെ എന്തെങ്കിലും ഷോർട്സോ എന്തെങ്കിലും കണ്ടന്റ്സ് നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ്സോ കാര്യങ്ങളോ, അതേപോലെ ഞങ്ങളുടെ എന്തെങ്കിലും പുതിയ വ്ളോഗ്സ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, അതായത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. കൊള്ളാം, എവനാള് കൊള്ളാം. എന്താ പേര്? അപ്പോൾ എന്തായാലും വേറൊന്നും പറയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ കണക്കത്തെ എപ്പോഴും വീഡിയോ ഇടണമെന്നില്ല. അപ്പോൾ എന്തായാലും ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും ഇടാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, എന്തായാലും വേറെ ഒന്നും പറയാനില്ല. കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഹായ് ഗൈസ്, അപ്പം രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് സംഭവം ഞാൻ മുഖം കാണിക്കുന്നില്ല. രാവിലെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്ത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ഇനി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, ഇന്നത്തെ വീഡിയോ കണ്ടു. അപ്പോൾ എന്തായാലും ഉറക്കമൊക്കെ എണീറ്റ് ചെറുക്കം പുള്ളിക്കാരൻ രാവിലെ ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് സംഭവം എനിക്ക് അയച്ചൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും വീഡിയോക്കകത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എണീറ്റിരുന്ന് രാവിലെ TV കണ്ടിട്ടിരിക്കുകയാണ്. നമ്മുടെ സോണി പിക്ചറിനകത്ത് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ് ഒക്കെ നടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള പടമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പം ചെറുക്കം വീഡിയോ ഇപ്പോൾ വരും. ഞാൻ എന്തായാലും വരുന്നത് ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നേക്കാം. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. Guys, welcome to our blog channel. ഇന്ന് ഞാൻ കൂട്ടുകാരനായ റോഷന്റെ വീട്ടിലോട്ട് പോവുകയാണ്. കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല, സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. വീടെല്ലാം പൂട്ടി ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച? ഈ സംസാരത്തിന്റെ ഒച്ച. വളരെയധികം ചൂടാണ് വെളിയിൽ. എങ്ങനെ പോകുമെന്നറിയില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. നടന്നാണ് ഞാൻ പോകുന്നത്. വെയിലത്ത് ഉരുകുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടൊരു തൊപ്പിയും കൂടെ വെക്കുകയാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി നടക്കുകയാണ്. റോട്ടിലൊന്നും ഒറ്റൊരു മനുഷ്യർ പോലും ഇല്ല ഗായ്സ്. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. നീണ്ടു കിടക്കുന്ന ഹൈവേയിലൂടെ വേണം പോകാൻ. കുറെ ദൂരമുണ്ട് അവന്റെ വീട്ടിലോട്ട് പോകാൻ. പട്ടാള ബാരക്കുകളും ചെക്ക് പോയിന്റുകളും ഒക്കെയാവും അവിടെ കൂടുതലായി ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ 2-3 ആൾക്കാരുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണാം. ഇതുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ കണ്ടോ? പേരൊന്നുമില്ല, പുസിന്ന് തന്നെ വിളിക്കുന്നു. കണ്ടില്ലേ? ഇനി ഒരാളും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഉറക്കത്തിന് ശല്യപ്പെടുത്തണ്ട, ചിരിച്ചറാള്. അതുകൊണ്ട് സീനാക്കുന്നില്ല. എന്തായാലും ഞാൻ ബാക്കി നമ്മുടെ ഫ്രണ്ട് പുള്ളിക്കാരൻ വന്നിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തന്നേക്കാം. Oh God, you again? വീണ്ടും നിങ്ങളോ?
ഇവിടുത്തെ എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. ആരാ കിടക്കുന്നേ? അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ മോനെ. സംഭവം എടുത്ത് നീ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കേട്ടി. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. മച്ചമ്പേ